പ്രിയപ്പെട്ടവർ, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഫ്ലാറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം പണ്ടൊക്കെ 25, 50, 100 രൂപയൊക്കെ വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, ആയിരങ്ങൾ വെച്ചിട്ടാണ് കൂടുന്നത്. ആരും ചോദിക്കാനും പറയാനും ഇല്ല. 3500 രൂപയാണ് ഒരൊറ്റ ബോക്സ് കേബിളില് ഈ 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായ വർധനവ്. 3500 രൂപ. 1 മീറ്ററിൽ 12 രൂപയുടെ വർധനവ്. അത് നമുക്കറിയാം, കോപ്പറിന്റെ റേറ്റ് കൂടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഗോൾഡിന്റെ റേറ്റ് കൂടുന്നത് അറിയാം. അതേപോലെ തന്നെ കോപ്പറും സിൽവറൊക്കെ റേറ്റ് കയറുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു റേറ്റ് ഇൻക്രീസ് എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. അതുപോലെ തന്നെ 22,500 രൂപയ്ക്കാണ് നേരത്തെ നമുക്ക് 10 TB ഹാർഡ് ഡിസ്ക് കിട്ടുന്നെങ്കിൽ ഇപ്പോൾ 35,000 രൂപ കൊടുത്താൽ പോലും കിട്ടാനില്ല. അതാണ് വേറൊരു കാര്യം. അപ്പൊ ഹാർഡ് ഡിസ്കിന്റെ റേറ്റ് ആയിക്കോട്ടെ, റാമിന്റെ റേറ്റ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളുടെ റേറ്റ് കണ്ടമാനം കൂടുവാണ്. ആരെയൊക്കെ ചോദിക്കാനുള്ളത്? ഒരാളും ചോദിക്കാനില്ല. ജെനുവിനായിട്ട് പറയുന്നതാണ്. ക്യാമറയുടെ മാത്രമല്ല, ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഇങ്ങനെ കാണില്ലേ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. ഭയങ്കര റേറ്റാണ് വരുന്നത്. എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. ഓരോ ദിവസം പുതിയ റേറ്റാണ്. ഇത് ആരാ ഇതൊക്കെ തീരുമാനിക്കണത്? ഒരു പിടിയില്ല. ഇതിന്റെ പുറകിലൊക്കെ ആരാണ് കളിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞതിന് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരു ലക്ഷറി ആയിട്ട് മാറാൻ വേണ്ടി പോവാണ്. അതായത് കാശുള്ളവൻ വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. ഇന്നത്തെ ദിവസത്തെ റേറ്റ് ആണ് ഏറ്റവും കുറവ്. നാളെ വേറെ റേറ്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്.